അരി അരി എന്ന് പറയുമ്പോൾ കറി കറി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചേച്ചി അത് മാസമായിട്ട് BGM ഒക്കെ കേട്ടിട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്തിന് തന്നെ സ്ത്രീ സങ്കല്പം നൽകി അതിനെ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്ത്രീ സങ്കല്പത്തിനും പവിത്രതയ്ക്കും വെറുതെ ചത്തുപോകേണ്ടി വന്ന മനുഷ്യരുടെ ഗന്ധമാണ്. ആക്ച്വലി വനിതാ സംവരണ ബില്ലിന് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യ മുന്നണി നടത്തിയ ഒരു പ്രൊപ്പഗണ്ടയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേരളമെമ്പാടും നടന്ന ഒരു പ്രതിഷേധ പ്രകടനം. ആ പ്രകടനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് ചേച്ചി പറയുന്നത്. ചേച്ചി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ പറയുന്നത് ഭാരതത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ പറ്റിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നത് BJPയുടെ സ്ത്രീ സങ്കല്പത്തെ പറ്റിയിട്ടാണ്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ഭാരതത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത്, ഭാരതത്തിന്റെ കൾച്ചറെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് നേരെ BJPയുടേത് എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാരതം എന്ന കോൺസെപ്റ്റ് ഈസ് ഈക്വൽ ടു BJP എന്നാണോ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. 2026 ഇവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ ഇവർക്ക് സുലഭമായി കിട്ടുന്ന കുറെ ക്യാപ്സ്യൂളുകളും കണക്കുകളും ഒക്കെയാണ് ചേച്ചി നിരത്തുന്നത്. ചേച്ചിക്ക് ഞാൻ അങ്ങോട്ട് കുറച്ച് കണക്കുകൾ കാണിച്ചു തരാം. ഇത് സന്ദേശ് അഗ്ലി പീഡന കേസിലെ ഇരയുടെ അമ്മ രേഖ ബത്ര. ഇത് ആർച്ചിക്കർ ഇരയുടെ അമ്മ രത്ന ദേബ്രാത്ത്. ഇത് കുറച്ച് ആളുകൾക്ക് മുമ്പ് വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വീട്ടമ്മ ഖലിത മാജി. ഇവരൊക്കെ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് TMCയെ തോൽപ്പിച്ച് നിയമസഭയിൽ MLA-മാരായിട്ടിരിക്കുക. കേരളത്തിൽ നടുക്കിയ വാളയാർ കൊലക്കേസ്, അതിൽ മരണപ്പെട്ട പെൺകുട്ടി 52 ദിവസങ്ങൾക്ക് ശേഷം അവൾ മരണപ്പെട്ട അതേ രീതിയിൽ തന്നെ അവളുടെ സഹോദരി മരണപ്പെടുന്നു. അവരുടെ മരണത്തിന് കാരണമായിട്ടുള്ള പ്രതികൾ ഇന്ന് എവിടെയാണ്? കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കുകയാണ്. ആ പ്രതികൾ നിങ്ങളുടെ പ്രവർത്തകരായിരുന്നു. കോവിഡ് കാലത്ത് ആംബുലൻസിലിട്ട് രോഗിയെ പീഡിപ്പിച്ച CPM പ്രവർത്തകൻ. അങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര തെളിയിച്ചതും തെളിയിക്കപ്പെടാത്തതുമായിട്ടുള്ള അനേകങ്ങളായിട്ടുള്ള റേപ്പ് കേസുകൾ നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ചെയ്തത്. സ്ത്രീകളെ അതിക്രമിക്കുക എന്ന് പറയുന്നത് ചില ആളുകളുടെ മാനസിക രോഗമാണ്, അല്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. അതൊരിക്കലും ഒരു പാർട്ടിയുടെയും തെറ്റല്ല. ഇതൊരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള BJPയുടെ പ്രവർത്തനമാണ്. നിങ്ങൾ എല്ലാവരും കളിയാക്കുന്ന യോഗി ആദിത്യനാഥിന്റെ UPയിൽ പലതവണകൾ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്നതും അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്നതും ഒക്കെ പലതവണ നമ്മൾ ന്യൂസുകളിലൂടെ കേട്ടിട്ടുള്ളതാണ്. ഇയാളെയും എൻകൗണ്ടർ ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇത് മുകേഷ്. ഇയാൾ ഒന്നും രണ്ടുമല്ല, 3 കല്യാണം കഴിച്ചു, 3 ഡിവോഴ്സായി. ഈ 3 പേരും ഇയാളെ ഡിവോഴ്സ് ചെയ്ത് പോയതിനുള്ള കാരണം ഗാർഹിക പീഡനം തന്നെയായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ട് ഇയാളുടെ ഒരു ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എന്റെ വയറ്റിൽ ചവിട്ടിയിട്ടുണ്ട്, എന്നെ വളരെയധികം ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനെല്ലാം ശേഷവും ഒരു രാജി പോലും ആവശ്യപ്പെടാതെ ഇയാളെ നിങ്ങൾ എവിടെയാണ് ഇരുത്തിയത്? ഇത് നിങ്ങളുടെ തന്നെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ. ഇയാളുടെ മോന്ത ഈ രൂപത്തിലായത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ സമരത്തിനിടയിൽ പറ്റിയതല്ല എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ, ഈ നാട്ടിലെ അമ്മമാരെ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ നാടിന്റെ പ്രധാനമന്ത്രി സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് കാണിച്ചു കൊടുത്തു. സ്ത്രീകളോടുള്ള നിങ്ങളുടെ കരുതലിനെ പറ്റി ഓർത്ത് നിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു സൈഡിൽ മാറിയിരുന്ന് ഇവിടുത്തെ ആശാ വർക്കർമാർ പൊട്ടിച്ചിരിക്കുകയായിരിക്കും. സ്വന്തം വീട്ടിൽ പോലും പോകാൻ സാധിക്കാതെ മഴയത്തും വെയിലത്തും മഞ്ഞത്തും ഒക്കെ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം ഇരുന്ന് കരഞ്ഞു നിലവിളിച്ച ഒരു കൂട്ടം ആശാ വർക്കർമാരെ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്നും മറന്നിട്ടില്ല. അവരും സ്ത്രീകളായിരുന്നു. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരില്ല. നിങ്ങൾ കാണില്ല, നിങ്ങൾ കേൾക്കില്ല. കാരണം നിങ്ങൾ വായിക്കുന്നത് ദേശാഭിമാനിയും കാണുന്നത് കൈരളിയുമായിരുന്നു. അരി അരി എന്ന് പറയുമ്പോൾ കറി കറി എന്ന് പറഞ്ഞാൽ റീച്ചിന് വേണ്ടി ഗുസ്തി കാണിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്വയം ക്രിട്ടിസൈസ് ചെയ്ത് നോക്ക്. എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്ന് വിലയിരുത്ത്. സ്ത്രീജനങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ലോ നിങ്ങളെ കേരളത്തിലെ സ്ത്രീജനങ്ങൾ നാണം കെടുത്ത് തോൽപ്പിച്ചത്. നിങ്ങൾ ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് 3ാമത്തെ വട്ടവും BJP ഗവൺമെന്റ് അധികാരത്തിൽ കയറിയത് വോട്ട് ചോരി കൊണ്ടല്ല, ഹൃദയ ചോരി കൊണ്ടാണ്. 100 കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് ഞാൻ നടത്തിയ ഒരു പബ്ലിക് സ്പീച്ചിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒരു റൂമിനകത്ത് കയറി അടച്ചിരുന്ന് ഇങ്ങനെ വളച്ചൊടിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഭാരതത്തിലെ സ്ത്രീകൾ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോലും കണ്ട പറമ്പിലൊക്കെ പോകേണ്ടി വരുന്ന അവസ്ഥയെ കണ്ടിട്ടാണ് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും വളരെ സുരക്ഷിതമായിട്ട് പോകുവാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റുകൾ വേണമെന്ന് പറഞ്ഞ് സ്വച്ഛ് ഭാരത് അഭിയാന്റെ കീഴിൽ അദ്ദേഹം ഒരുപാട് ടോയ്ലറ്റുകൾ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചത്. ആ സമയത്ത് കക്കൂസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. ഈ നാട്ടിലെ സ്ത്രീകൾ അടുപ്പിനടിയിലിരുന്ന് ഊതിക്കൊണ്ട് കാർബൺ ശ്വസിച്ച് അവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം കൂടി വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഉജ്ജ്വൽ യോജന വഴി ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളിലേക്കും LPG കണക്ഷൻ എത്തിച്ചത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളും പെൺകുട്ടികളും അവരുടെ ആയുസിന്റെ ഒരു വലിയ ഭാഗം തന്നെ വെള്ളം കോരി തീർക്കുന്നത് കണ്ടിട്ട് ജലജീവൻ പദ്ധതി കൊണ്ടുവന്നു. റേഷൻ കാർഡുകൾ ഒരു വീട്ടിലെ ഗ്രഹനാഥയുടെ പേരിലേക്ക് ആക്കണമെന്ന തീരുമാനം കൊണ്ടുവന്നു. മിത്ര എന്ന സ്കീം വഴി ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. മുദ്ര ലോണിന്റെ 68% ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയത്. ഇത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഗവൺമെന്റ് ഓരോരോ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായെന്ന് വരും. ബട്ട് അറ്റ്ലീസ്റ്റ് ദേ ട്രൈഡ്. അവർ ശ്രമിക്കുകയെങ്കിലും ചെയ്തു. നിങ്ങൾ ഒരു സൈഡിൽ മാറി നിന്ന് അവർ ചെയ്യുന്ന എല്ലാത്തിനെയും കളിയാക്കിക്കൊണ്ടിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് നല്ല നല്ല ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടും അത് സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള 1 രൂപയുടെ പണി പോലും നിങ്ങൾ ഈ നിമിഷം വരെ എടുത്തിട്ടില്ല. ഒരുപാട് എതിർപ്പുകൾ വരുമെന്ന് പറഞ്ഞിട്ടും ഈ നാട്ടിലെ മുസ്ലിം വനിതകൾക്ക് വേണ്ടിയിട്ട് മുത്തലാഖ് നിരോധിക്കുക എന്ന വിപ്ലവകരമായ തീരുമാനം കൊണ്ടുവന്നത് ഇതേ ഗവൺമെന്റാണ്. സുകന്യ സമൃദ്ധി യോജന, മാതൃവന്ദന യോജന, ജൻ ഔഷധിയുടെ 1 രൂപ നാപ്കിൻ, 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയിലേക്ക് വർദ്ധിപ്പിച്ച മെറ്റേണിറ്റി ലീവ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ തീരാത്തത്ര കാര്യങ്ങൾ. റീച്ചിന് വേണ്ടി മറ്റുള്ളവരുടെ വാക്കുകൾ വളച്ചൊടിച്ച് 3 മിനിറ്റ് വീഡിയോ ചെയ്യാനൊക്കെ എളുപ്പം ചേച്ചി. പക്ഷെ എന്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചുവെന്നും ഞങ്ങളെ സ്വീകരിച്ചുവെന്നും ഒന്ന് റീതിങ്ക് ചെയ്തു നോക്കാം.